കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവള് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യും. അത് നമ്മൾ ഇല്ലാണ്ടാക്കിയാലോ? വസു അറിയാതെ തന്നെ നമ്മൾ ആ ഡിസൈൻ എടുക്കുകയാണെങ്കിലോ? നാളെ രാവിലെ തന്നെ ഡിസൈൻ എവിടെയെന്ന് അബി അവളോട് ചോദിക്കും. ഡിസൈന് കാണാതാവുമ്പോ വസു ആകെ പേടിക്കും. ഡിസൈന് വരച്ചോ ഇല്ലയോ എന്ന് അബി ചോദ്യം ചെയ്യും. ഞാൻ വരച്ചതാ, അതിപ്പോ കാണാനില്ലെന്ന് വസു മറുപടി പറയും. വസു പറഞ്ഞത് കള്ളമാണെന്നും അവള് ഡിസൈനെ വരച്ചില്ലെന്നും മടിയോടെ അവൾ ഉറങ്ങിയെന്നും നമ്മൾ പറയും. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നറിയോ? എന്താ ആന്റി സംഭവിക്കുക? പറഞ്ഞ ജോലി കൃത്യസമയത്ത് ചെയ്യാത്തവരെ അബിക്ക് ഇഷ്ടമേ അല്ല. അന്ന് സ്വന്തം ഏട്ടനെന്ന പോലെ നോക്കാതെ ഭാസ്കറിന്റെ വഴക്ക് പറഞ്ഞത് നീയും കൊണ്ടതല്ലേ? അതിലും 2 മടങ്ങ് ദേഷ്യം അബി വസുവിനോട് കാണിക്കും. ആ തീയിലേക്ക് നമ്മൾ കുറച്ചുകൂടി എണ്ണ ഒഴിക്കും. നമുക്ക് കൂട്ടായിട്ട് നിന്റെ അമ്മായി കളത്തിലേക്ക് ഇറങ്ങും. വസു ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും അവളിവിടെ ഓടിക്കാൻ കാത്തിരിക്കാ നിന്റെ അമ്മായി. അബിയുടെ ദേഷ്യത്തിന് നിന്റെ അമ്മായിയുടെ പിടിവാശി ചേരുമ്പോ വസുവിന്റെ കാര്യം ഔട്ട്. ഫ്യൂച്ചർ പ്ലാൻ ആണോ ആന്റി? വസു ഏട്ടത്തിക്ക് നല്ലൊരു പണി കൊടുക്കാൻ ഇത് ബെസ്റ്റ് ചാൻസ് ആണ്. ആ ഡിസൈൻ എപ്പോഴാ നമ്മൾ മോഷ്ടിക്കാൻ പോകുന്നേ? ആദ്യം വസു അത് വരയ്ക്കട്ടെ, അത് കംപ്ലീറ്റ് ആവട്ടെ. നോക്ക് കാർത്തികേ, ഇന്നലെ മിനിയാന്നൊക്കെ പാലും വെള്ളവും പോലെ ഒന്നായി ചേർന്നിരുന്നവർ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതെ ആന്റി, ഇത് കാണുമ്പോ എനിക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു. വെറുതെ കണ്ടോണ്ടിരുന്നാ പോരാ, അവർക്ക് 2 പേർക്ക് തമ്മിൽ ഉരസലുണ്ടാക്കണം. എന്നിട്ട് ആ വസു എരിഞ്ഞ് ചാമ്പലാവണം. അപ്പോ അത് കാണാൻ നല്ല സൂപ്പർ ആയിരിക്കും ആന്റി. സൂപ്പർ മാത്രമല്ല, തീ ജ്വലിച്ച് നല്ല അടിപൊളിയായിരിക്കും. ആണ്. നിങ്ങള് മാത്രമേ കഴിക്കാൻ വന്നോളൂ? അച്ഛനെയും അമ്മയും കണ്ടില്ലല്ലോ. അച്ഛൻ പുറത്തേക്ക് പോയി എടുത്തി. അമ്മയ്ക്ക് വിശപ്പില്ലെന്നാ പറയുന്നേ. വെള്ളം കുടിച്ചിട്ട് കിടന്നോളാന്ന്. അതെങ്ങനെ ശരിയാകും? അമ്മയ്ക്ക് രാത്രി വിശക്കില്ലേ? നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും പട്ടിണി കിടക്കാതെ ഏട്ടത്തിക്ക് എന്താ സന്തോഷം കാണുമെന്നാണോ? ഒരു ദിവസം പോലെ എന്റെ ഏടത്തി കഴിക്കാതെ ഉറങ്ങിയിട്ടില്ല. ഇന്നാണെങ്കിലോ നിന്റെ പുണ്യ പ്രവൃത്തി കൊണ്ട് കഴിക്കാതെ കിടക്കാൻ പോവാ. അമ്മയ്ക്ക് വിശപ്പില്ലാത്തതിന് ഏടത്തി എന്ത് പഴിച്ചു കളയമേ? നിന്റെ അമ്മയ്ക്ക് വിശപ്പില്ലാത്തതിന്റെ കാരണം ഈ വാസു അല്ലേടാ. വളരെ നൈസായിട്ട് ഭാസ്കറിന്റെ ജോലി ഇവള് തട്ടിയെടുത്തു.
സ്വന്തം ചേച്ചിന്ന് പോലും നോക്കാതെ ഭാവന എവള് വിഷമിപ്പിക്കുന്നു. ഇതെല്ലാം കണ്ടോണ്ട് നിന്റെ അമ്മയ്ക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും? വായി തോന്നിയൊന്നും വിളിച്ച് പറയില്ലേ ഇളയമ്മേ. ഇന്ന് അമ്മയുടെ മനസ്സ് ശരിയല്ല, അത്രേ ഉള്ളൂ. ആന്റി പറഞ്ഞതിൽ എന്താ തെറ്റാക്കിയാൽ? അമ്മ അപ്സെറ്റ് ആവാനുള്ള കാരണം വസുവേട്ടത്തി തന്നെയല്ലേ? വസുവിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ആവശ്യമില്ലാതെ അവളെ കുറ്റം പറയാൻ നിൽക്കണ്ട. കണ്ടില്ലേ ഭാവനെ, വസുവിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാന്ന്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇവനെ ബുദ്ധി ഉദിച്ചിട്ടില്ല. ഇളയമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അതേടാ, പ്രശ്നം ഉണ്ടാക്കാനാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നല്ല കാര്യം പറഞ്ഞാ അല്ലെങ്കിൽ കേൾക്കാൻ ഇത്തിരി കയ്പാ. നിന്റെ അമ്മായി ഒന്നും വരില്ല. എനിക്ക് വിളമ്പിത്താ ഭാവനെ, നല്ല വിശപ്പുണ്ട്. ഞാൻ പോയി അമ്മയെ കഴിക്കാനായിട്ട് വിളിച്ചിട്ട് വരാം. വേണ്ട എടുത്തി, അമ്മയുടെ മൂടിപ്പോ ശരിയല്ലാത്തോണ്ടാ അങ്ങോട്ട് പോണ്ട. അതെ മോളെ, ഈ സമയത്ത് അമ്മയെ പോയി കാണുന്നത് ശരിയല്ല. ഇപ്പൊ പോണ്ട. അവള് പോട്ടെ ഭാസ്കറെ, അമ്മയും കൂട്ടി വരാൻ അവള് പറയുന്നുണ്ടല്ലോ. ഇവള് വിളിച്ച ഉടനെ നിങ്ങളുടെ അമ്മ വരുമെന്നാണോ? എന്തായാലും എടുത്തി ഇപ്പൊ അമ്മയുടെ അടുത്ത് പോകുന്നത് ശരിയല്ല. രാത്രി മുഴുവൻ ഒന്നും കഴിക്കാതെ ഇങ്ങനെ വിശന്ന് കിടന്ന് ഉറങ്ങുന്നത് ഈ കുടുംബത്തിന് നല്ലതല്ല അഖിൽ. ഇനിയിപ്പോ എന്തായിരിക്കും സംഭവിക്കുക? അമ്മ എണീറ്റ് കഴിക്കാൻ വരുമോ? നിന്റെ അമ്മായി എന്തായാലും കഴിക്കാൻ വരില്ല. പക്ഷെ വസുവിന് കിട്ടേണ്ടത് കിട്ടും. അമ്മേ, അത് അമ്മേ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? അവിടെ എല്ലാവരും കഴിക്കാനിരുന്നു. അമ്മയും കൂടി വാ. ഞാൻ എങ്ങനെ വരാനടി? ഞാൻ ഏത് മുഖം കൊണ്ടാ പുറത്തേക്ക് വന്ന് എന്റെ മൂത്ത മകനെ മരുമോളെ കാണാൻ വേണ്ടി നീ പറയുന്നേ? നോണക്കേട് കളഞ്ഞിട്ട് വരാനാണോ? പറയേ. അതമ്മേ, നീ കാരണം ഈ വീട്ടിലുള്ള ആർക്കും സമാധാനമില്ല, സന്തോഷമില്ല, ഒരു സംതൃപ്തിയില്ല. അങ്ങനെയുള്ളപ്പോ എനിക്ക് എങ്ങനെ വിശപ്പ് വരാനാ? നീ ചെയ്ത കാര്യത്തിന് എന്റെ വയറ്റിൽ തീ കത്തി എരിഞ്ഞോണ്ടിരിക്ക. എന്റെ മൂത്ത മകന്റെ മരുമകളുടെ കഞ്ഞിയിലും മണ്ണിട്ട് അവരുടെ ജീവിതം നശിപ്പിച്ച് എന്നിട്ട് എന്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി എന്നെ വന്ന് വിളിക്കാണോ? അവര് കരഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ സന്തോഷത്തോടെ കഴിക്കണമെന്നാണോ? അവര് കണ്ണീര് കുടിച്ചിറക്കുമ്പോ ഞാൻ ആഹാരം എങ്ങനെ കഴിച്ചിറക്കും? എനിക്കിപ്പോ ആഹാരം വേണ്ട. നീ ഇവിടെ നിന്ന് പോ ആദ്യം. ഞാൻ എന്തുദ്ദേശിച്ചാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പിന്നീട് ഞാൻ അമ്മയോട് വിശദമായിട്ട് പറയാം. ദയവ് ചെയ്ത് ഇപ്പൊ അമ്മ വന്ന് കഴിക്കും. പിന്നീട് നീ എന്നോട് എന്തു പറയാനാ? ഈ വീട് നശിച്ചതിന് ശേഷം ഇടിഞ്ഞു കിടക്കുന്ന ചുവരും താഴെ വീണ തൂണും മണ്ണടിഞ്ഞു കിടക്കുന്ന ഈ വീടും കാണിക്കാനാണോ? കുടുംബം നശിച്ച് മണ്ണടിഞ്ഞു കാണിക്കാനാണോ? ഒരു വീടെന്ന് പറഞ്ഞ എന്താന്ന് നിനക്കറിയോ? കുടുംബത്തിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവോ? മനുഷ്യരെന്ന് പറഞ്ഞ ആരാ, അവരുടെ വിലയും നിലയും എന്താണെന്ന് നിനക്കറിയോ? ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ അനുഭവിക്കുന്ന ദുഃഖം, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യുന്ന ത്യാഗം, ഒരാളോട് മറ്റൊരാൾ കാണിക്കുന്ന ദയയും സ്നേഹവും, പിന്നെ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ അനുഭവിക്കുന്ന കഷ്ടം. ഇതിനെയൊക്കെ പറ്റി എന്തറിയാടി നിനക്ക്? എങ്ങനെ അറിയാനാ?
അനാഥയായിട്ട് വളർന്നോളല്ലേ നീ? കൂടപ്പിറപ്പുകളുടെ വില നിനക്ക് എങ്ങനെ അറിയാനാ? എങ്ങോട്ടാടാ പോന്നേ? ഞാൻ പോയി വസുവിനെ വിളിച്ചിട്ട് വരാം. നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ ബസ് പോയത്? കൂട്ടിട്ട് വരട്ടെ. പച്ചക്കറിക്കില്ലാത്ത വേദന കത്തിക്കെന്തിനാടാ? നീ എന്തിനാ ആവശ്യമില്ലാതെ ഇടപെടാൻ പോന്നേ? ഇരിക്കടാ അവിടെ. ഇപ്പൊ നിന്റെ അമ്മയുടെ ദേഷ്യം നിന്നെ കൊണ്ടുപോലും താങ്ങാൻ പറ്റില്ല. ആവശ്യമില്ലാതെ നീയും പോയി വാങ്ങിച്ചു കൂട്ടണ്ട. ആ വസുവിന് കിട്ടേണ്ടത് കിട്ടട്ടെ. ഞാൻ സമ്മതിക്കുന്നു അമ്മേ. ഞാനൊരു അനാഥ തന്നെയാണ്. ബന്ധങ്ങളുടെ മൂല്യം അറിയാതെ തന്നെയാ വളർന്നത്. എനിക്ക് അമ്മയെ പോലൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ എല്ലാം പറഞ്ഞു തരുമായിരുന്നെ. പക്ഷെ എനിക്ക് ആ ഭാഗ്യമില്ലാതെ പോയി. എല്ലാം പഠിക്കാനുള്ളൊരു അവസരം എനിക്കിപ്പോഴാ കിട്ടിയതമ്മ. ഈ കുടുംബത്തിൽ വന്ന ശേഷമാണ് എനിക്കൊരു പുതിയ ജീവിതം തന്നെ കിട്ടിയത്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എന്റെ മനസാക്ഷിക്ക് ബോധ്യമുണ്ട്. സത്യമായിട്ടും ഞാൻ തെറ്റാണ് ചെയ്യുന്നതെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെട്ടാൽ അമ്മ എന്നെ ശിക്ഷിച്ചോളൂ. എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. അതല്ലാതെ ഇങ്ങനെ ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്ന് സ്വയം ശിക്ഷിക്കുന്നത് ശരിയാണോ അമ്മ? ഞാനൊരു അനാഥയായതുകൊണ്ട് എനിക്കൊരു അമ്മയില്ല. എനിക്കിപ്പോ അമ്മയായാലും അമ്മായി ആയാലും എല്ലാം അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. കുട്ടികൾ തെറ്റ് ചെയ്താ ശിക്ഷിക്കാനുള്ള അവകാശം അമ്മയ്ക്കുണ്ട്. അമ്മ എന്നെ മോളായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്നെ ശിക്ഷിച്ചേ മതിയാവും. കുട്ടികൾ ചെയ്യുന്ന തെറ്റിന് തന്റെ വളർത്തു ദോഷമാണ് കാരണമെന്ന് കരുതി അമ്മമാർ സ്വയം ശിക്ഷിക്കാറുണ്ടമ്മ. അങ്ങനെ കണ്ടിട്ട് അമ്മ എന്നെ സ്വന്തം മകളായി കണ്ട് എനിക്ക് വേണ്ടി അമ്മയെ സ്വയം ശിക്ഷിക്കാനുള്ള അവകാശം അമ്മയ്ക്കുണ്ടെങ്കിലും അത് കണ്ടോണ്ട് നിൽക്കാനുള്ള ശക്തി എനിക്ക് തീരെയില്ല അമ്മ. എന്തുപറ്റി? എല്ലാവരും വല്ലാതിരിക്കുന്നു. അത് പിന്നെ നിന്റെ ഭാര്യ ചെയ്ത തെറ്റിന് നിന്റെ അമ്മ പട്ടിണി കിടക്കുക. എന്റെ ഭാര്യ ചെയ്ത തെറ്റിനോ? നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ ബസ് പോയിരിക്കുക. രണ്ടുപേരും കഴിക്കാൻ വരുമെന്നുള്ളത് നോക്കിയിരിക്കുക. എനിക്ക് കുറച്ച് സമയം തരൂ അമ്മ. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അമ്മയ്ക്ക് പിന്നീട് മനസ്സിലാവും. ആ സമയത്തും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ അമ്മ എനിക്ക് എന്ത് ശിക്ഷ തന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിട്ടിരിക്കും. ദയവ് ചെയ്ത് അമ്മ ഇപ്പൊ എല്ലാവർക്കും ഒപ്പം ഭക്ഷണം കഴിക്കാൻ വരണം. ഞാൻ അനാഥയായിരുന്നപ്പോ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. ഇപ്പൊ അമ്മ ഇങ്ങനെ പട്ടിണി കിടന്ന് എന്നെ വീണ്ടും അനാഥയാക്കല്ലേ അമ്മ. എന്ത് മണ്ടത്തിൽ അവൾ കാണിക്കുന്നേ? ഏട്ടത്തിയുടെ ദേഷ്യം അവൾക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണോ? വസു എന്നല്ല, സാക്ഷാൽ ദേവൻ തമ്പുരാൻ വന്ന് പറഞ്ഞാ പോലും എന്റെ ഏട്ടത്തിയെ എനിക്കറിയാം. ഏട്ടത്തി വരാൻ പോകുന്നേ ഇല്ല. അബി, നീ എങ്ങോട്ടാ പോകുന്നേ? നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാനാണോ പോകുന്നേ?
ഊണ് കഴിക്കാൻ വരില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരുന്നുണ്ടോ? അവള് സാധാരണ ആളല്ലല്ലോ. അവൾ എന്തോ മന്ത്രം ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, നിങ്ങളെ ശരിക്കും ഫൂളാക്കിയതാ. ഭാവനെ, വസു വിളമ്പിക്കോളൂ. അബി ഇരിക്കെ. ഇത് എന്റെ ഏട്ടത്തി തന്നെയാണോ? ഇവളുടെ പിടി ഒരു ഉടുമ്പിന്റെ പിടി പോലെയാണല്ലോ. എങ്ങനെ ഇത്ര എളുപ്പത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു? പാടിയൊരു കുട്ടിൻ വാതിൽ കാറ്റ് വന്ന് വിളിക്കുന്നു പുന്നാരെ. മതി മതി. ചെപ്പും പന്ത് നീ ചില്ലുമണി ചിറകിൻ കാർത്തിക, നീ എന്താടി നോക്കുന്നേ? അമ്മയ്ക്ക് വിളമ്പി കൊടുക്ക. കാലമായി വിളയാടാൻ നേരമായി ഏട്ടനെന്നും കിനാവിൽ കൂട്ടായി വരാം. മതി ഏട്ടത്തി. കഴിക്കബി. ഈ ഇടയായിട്ട് നീ ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നില്ല. വിളിക്കുന്നു പുന്നാരെ. ചേട്ടൻ കൊണ്ടുവന്ന ചെപ്പും പന്ത് നീ ചില്ലുമണി ചിറകിന്നിൽ ചാഞ്ചാട്ടം. പുലരിയിൽ ഇളം വിൺ സൂര്യനായി ശലഭമേ പറന്നേറാം. ഒരു സന്ധ്യ നീർത്ത മലയോരം മഴ നനഞ്ഞ കാറ്റാവാം. ദൂരെ പാടുമൊരു മരതക പുഴയിൽ ദൂതായി പോയി വരുമോ? ആരോ നീട്ടുമൊരു പവിഴപ്പൻ പതക്കം ആദ്യം വാങ്ങി വരുമോ? ഏട്ടനെന്നും കിനാവിൽ കൂട്ടായി വരാം. പാട്ടും പാടിയൊരു കുട്ടിൻ വാതിൽ കാറ്റ് വന്ന് വിളിക്കുന്നു പൊന്നാരെ. എന്റെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയില്ലേ? എന്നെ ചതിച്ചില്ലേ എടുത്തി? അങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞിട്ടു നാണമില്ലാതെ കഴിക്കാൻ വന്നിരിക്കുക. ഒരു തീറ്റിപ്പണ്ടാരം എന്റെ ഏട്ടനോട് പറഞ്ഞ് ഇതിനെ ഡിവോഴ്സ് ചെയ്യിക്കണം. ഏട്ടാ വെള്ളം കുടിക്കാം. കുടിക്കാം. കുടിക്കുക.